അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ CSV ഫയൽ തന്നെ നമ്മൾ ആ CSV ഫയലിനകത്തുള്ള അതായത് ഇപ്പോൾ പാൻഡാസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ CSV ഫയലിനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ്. നോക്കാം. ഇമ്പോർട്ട് പാൻഡാസ് SPD ഓൾറെഡി പാൻഡാസ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇമ്പോർട്ട് പാൻഡാസ് SPD pd.read CSV pd.read CSV എന്ന ഫംഗ്ഷനിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ CSV ഫയലിനെ നമുക്ക് റീഡ് ചെയ്യാം. പേര് കൊടുത്തിട്ടുണ്ട് people.csv എന്നാണ് പേര് കൊടുത്തത്. അപ്പോൾ നെയിം ദ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് എ CSV ഫയൽ എന്ന് ചോദിച്ചാൽ റീഡ് CSV ഇതാണ് മെത്തേഡ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു CSV ഫയലിനെ റൈറ്റ് ചെയ്യാന്നാണ് അടുത്തത്. അപ്പോൾ ഇമ്പോർട്ട് പാൻഡാസ് SPD എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായ ഡാറ്റ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് df.to_csv ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് read_csv ആണ്. ഇവിടെ to_csv കൊടുത്തിട്ട് അതിൽ person.csv ഏതാണോ ഫയൽ നെയിം വേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ആ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരണോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡാറ്റ പാൻഡാസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഫ്രെയിമായിട്ട് സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമുക്കൊരു CSV ഫയലാക്കി മാറ്റാം. അപ്പോൾ വാട്ട് എവർ ഡാറ്റ യു ഹാവ് സ്റ്റോർഡ് ദാറ്റ് ഡാറ്റ ക്യാൻ ബി കൺവേർട്ടഡ് ടു എ CSV ഫയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മെത്തേഡ് df.to_csv df is the name ഇവിടെ കൊടുത്ത പേരാണ് ഈ df എന്നുള്ളത് കേട്ടോ. to_csv is the method which help us to convert it to a CSV file. ഇതൊക്കെ CSVയുടെ എക്സ്ട്രാ ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ട്.